ജോലി തിരക്കിനിടയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നിലനിർത്താൻ സഹായിക്കുന്ന 9:1 എന്ന റൂളിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. സാധാരണ വണ്ണം കുറയ്ക്കാനും ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി നിലനിർത്താനും നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺസും ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിനോട് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും. എന്നാൽ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഒരു 21 ദിവസമെങ്കിലും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അതൊരു ഹാബിറ്റ് ആവുകയുള്ളൂ. അതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് 9:1 റൂൾ. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ളൊരു റൂളല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒന്നാണ്. ഇത് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ 9:1 റൂൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിലെ ഓരോ നമ്പറും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. 9 എന്നുള്ളത് ദിവസേന ഒരു 9,000 സ്റ്റെപ്സ് നടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് ഈ 9,000 സ്റ്റെപ്സ് ഞാൻ കൗണ്ട് ചെയ്യുക എന്നുള്ളത്? 9,000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. സ്പീഡോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും iOS ഫോണിലും ഒക്കെ ആപ്പുകൾ സ്പീഡോമീറ്റർ, സ്റ്റെപ്പ് ട്രാക്കർ, സ്റ്റെപ്പ് കൗണ്ടർ എന്നിങ്ങനെ പല പേരുകളിൽ ഈ ആപ്പുകൾ ലഭ്യമാണ്. ഇതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മൂവ്മെൻറ്റും സ്റ്റെപ്പുകളായിട്ടും അതിൻ്റെ സ്പീഡും നമ്മൾ എത്രത്തോളം ഊർജം ചെലവഴിക്കുന്നുണ്ടെന്നോ ഈ ആപ്പ് നമുക്ക് കാണിച്ചു തരും. ഒരു 5,000 സ്റ്റെപ്പിൻ്റെ താഴെ മാത്രമേ നമ്മൾ എന്ന് നടക്കുന്നുള്ളെങ്കിൽ നമ്മൾ വളരെ സെഡൻഡറി ആയിട്ട് അനങ്ങാത്തൊരു ജീവിതശൈലിയിലുള്ളവരാണെന്ന് മനസ്സിലാക്കണം. വളരെ ക്രമേണ ഇത് ഉയർത്തിക്കൊണ്ട് വരിക. ഒരു 9,000 സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ആക്റ്റീവായിട്ടുള്ള ആളുടെ നടത്തത്തിൻ്റെ കൗണ്ടാണ്. ഇത് 10,000-ലും അധികം എത്തിച്ചാൽ ഇത് വളരെ നന്നാണ്. അപ്പോൾ ഈ ഒരു ശീലം ഹാബിറ്റാക്കാൻ ഒരു 21 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ശീലം പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാഹനം കയറേണ്ട സ്ഥലത്തിന് തൊട്ടടുത്ത് പാർക്ക് ചെയ്യാതെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്യുക. ഇതേ സമീപനം തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും തിരഞ്ഞെടുക്കാം. ഇത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ കഴിയുന്നതും ഒഴിവാക്കി നടത്തം തന്നെ ശീലിക്കുക. അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഓട്ടോയും മറ്റും പിടിക്കാതെ നടന്ന് തന്നെ പോവുക എന്നുള്ളത് ശീലമാക്കുക. അപ്പോൾ ഇതാണ് ഈ 9:1 റൂളിലെ 9 സൂചിപ്പിക്കുന്നത്. ഇനി 8, ദിവസേന 8 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം കുടിക്കുക എന്നുള്ളതാണ് ഈ ഒരു റൂള് പറയുന്നത്. നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം, ഇതാണ് ഒരു ഏകദേശ കണക്ക്. അപ്പോൾ ഒരു 50 കിലോഗ്രാം ഭാരമുള്ള ആളാണെങ്കിൽ 2 ലിറ്റർ വെള്ളം എന്ന് കണക്കാക്കാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ 1 ലിറ്ററിൻ്റെ 2 കുപ്പിയിൽ അതല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം അളന്ന് തന്നെ എടുത്തു വയ്ക്കുക. വൈകിട്ടാവുമ്പോൾ ഇത് തീർന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂ. വെള്ളം കുടിക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകൾക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ഇതാണ് റൂൾ നമ്പർ 8 സൂചിപ്പിക്കുന്നത്. ഇനിയുള്ളത് 7 എന്ന സംഖ്യ എന്തു സൂചിപ്പിക്കുന്നു? നമ്മൾ കിടന്നുറങ്ങേണ്ട സമയം വളരെ സ്വസ്ഥമായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു 7 മണിക്കൂർ കിടന്നുറങ്ങിയാൽ രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് ഊർജ്ജസ്വലരായി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുമ്പോഴാണ് മെലറ്റോണിൻ പോലത്തെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോൺസിനൊക്കെ നമ്മുടെ ബോഡിയെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രി ഒരു 6 മണിക്ക് ശേഷം വീട്ടിലുള്ള ബ്രൈറ്റ് ലൈറ്റുകളൊക്കെ ഓഫാക്കി പുറത്തതുപോലെ ഒരു ഇരുട്ട് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ പതിയെ ഉറക്കം വന്നു തുടങ്ങും. അതേപോലെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് വരെ ഡള്ളായിട്ടുള്ള ഒരു മൂഡിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ബ്രൈറ്റ്നെസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഉറക്കം പോവുകയും ചെയ്യും. ഇനി 6 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ദിവസം ഒരു 6 മിനിറ്റ് എങ്കിലും മനസ്സിനെ ശാന്തമാക്കാൻ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക.
ഒന്ന് ധ്യാനത്തിലിരിക്കുക. കണ്ണൊക്കെ അടച്ച് വളരെ സാവധാനത്തിൽ നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ വർദ്ധിപ്പിക്കും. ദിവസേനയുള്ള ഉൽപാദനക്ഷമത കൂട്ടാനും നമ്മുടെ ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഈ ഒരു ടെക്നിക്ക് സഹായിക്കും. ഇനിയുള്ളത് 5 എന്ന നമ്പർ. 5 തവണകളായിട്ട് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക. ഇത് ഒരുപാട് അളവിൽ കഴിക്കണമെന്നല്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ഇത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസിലുമെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങിയ പല ധാതുക്കളുമുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങൾ നമ്മൾ കൂടെ കൂടെ വളരെ ചെറിയ അളവിൽ കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത കൂട്ടും. ഇനി എന്താണ് 4 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത്? ഇരുന്നുള്ള ജോലിയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഈ ഇരുത്തത്തിന്റെ ഇടയിൽ വളരെ ചെറിയ 4 ക്വിക്ക് ബ്രേക്സ് എടുക്കുക. ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എണീറ്റ് പെട്ടെന്ന് പോയി കൂടെയുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച് തിരിച്ചു വരിക. ഈ സമയത്ത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരു റെസ്റ്റ് കിട്ടും. ലാപ്ടോപ്പ് സ്ക്രീനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പുറത്തേക്ക് ഒന്ന് നോക്കി കണ്ണിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്ത് കണ്ണൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് ശരീരമാസകലം ഒരു ടോണിങ് അപ്പ്, അതേപോലെ ഒന്ന് എണീറ്റ് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതും നിങ്ങളുടെ ബോഡിയുടെ പ്രവർത്തനത്തെ സഹായിക്കും. പിന്നെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്കൊന്ന് എണീറ്റ് നിന്ന് കുറച്ച് വർക്ക് ചെയ്താലും ശ്രദ്ധിച്ചാൽ അതും ഇതിന് സഹായകമാവും. പിന്നെയുള്ളത് 3 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ മെയിൻ മീൽസ്, രാവിലെയുള്ള പ്രാതലും ഉച്ചയ്ക്കുള്ള ഊണും രാത്രിയിലത്തെ ഡിന്നറും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വാരി വലിച്ച് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ള രീതി പിന്തുടരുക. ജങ്ക് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. അതേപോലെ തന്നെ വളരെ എരിവുള്ള സ്പൈസി ഫുഡ് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കാൻ. ഇനിയുള്ളത് 2 എന്ന നമ്പർ. രാത്രിയിലത്തെ ഡിന്നർ ടൈമും കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുമ്പുമുള്ള സമയം ഒരു 2 മണിക്കൂറെങ്കിലും ഇടവേള ഇടുക. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് ആവരുത് നിങ്ങളുടെ ഡിന്നർ. ഈ ഡിന്നർ കഴിക്കുമ്പോൾ തന്നെ അതിൽ തിരഞ്ഞെടുക്കുന്ന ആഹാരവും ശ്രദ്ധിക്കുക. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ പോകുന്ന കഫീൻ, അതേപോലെ ആൽക്കഹോൾ തുടങ്ങിയവ നിർബന്ധമായിട്ടും ഈ സമയത്ത് ഒഴിവാക്കുക. പിന്നെ 1 എന്നുള്ളത് നമ്മൾക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു എക്സസൈസ് തിരഞ്ഞെടുക്കുക. അത് ഡാൻസ് ആവാം, അതല്ലെങ്കിൽ എയറോബിക് എക്സസൈസുകൾ ഏതുമാവാം. നീന്തൽ, അതേപോലെ ജോഗിങ്, നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്പീഡിൽ നടക്കുന്നത്, അതല്ലെങ്കിൽ ജിമ്മിൽ പോവാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു എക്സസൈസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ 1/2 മണിക്കൂർ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് ജീവിതശൈലിയിൽ കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ ഈ 9:1 റൂളിൽ ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓരോ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മളൊരു 21 ദിവസമെങ്കിലും ഇതിനു വേണ്ടി ശ്രമിക്കണം. ഇന്നു മുതൽ നിങ്ങളും തുടങ്ങിക്കോളൂ ഈ 21 ഡേ ചാലഞ്ച്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.